ശ്രീ മഹാദേവിയെ നമ. നമസ്തേ. ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ജനുവരി 1 ധനു 17 വ്യാഴാഴ്ച മുതൽ ജനുവരി 31 മകരം 17 വെള്ളിയാഴ്ച വരെയുള്ള കുംഭക്കൂറുകാരുടെ ജനുവരി മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത്. കുംഭക്കൂറിലെ നക്ഷത്രങ്ങളായ അവിട്ടം 3, 4 പാദക്കാർക്കും ചതയ നക്ഷത്രക്കാർക്കും പൂരുരുട്ടാതി 1, 2, 3 പാദക്കാർക്കുമാണ് ഈ ഫലങ്ങൾ ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. ഇനി ജനുവരി മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. സൂര്യൻ ജനുവരി 15 മകരം രാശിയിൽ പ്രവേശിക്കുന്നു. ചൊവ്വയും ജനുവരി 15 മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ബുധൻ ധനുവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനുവരി 17 മകരത്തിൽ പ്രവേശിക്കുന്നു. വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശുക്രൻ ജനുവരി 12 മകരത്തിൽ പ്രവേശിക്കുന്നു. ശനി ജനുവരി 20 മീനം രാശിയിൽ തന്നെ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കുന്നു. രാഹു കുംഭം രാശിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കേതു ചിങ്ങം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഈ മാസത്തിൽ ഏതെല്ലാമാണെന്ന് നോക്കാം. ജനുവരി 2 തിരുവാതിര വ്രതവും ആർദ്ര ജാഗരണവും, 3 പൗർണമിയും, ജനുവരി 9 വിവേകാനന്ദ ജയന്തിയും, 14 മകരവിളക്കും ഉത്തരായന സംക്രമവും, 18 അമാവാസ്യയുമാകുന്നു. വ്യക്തികളുടെ ജാതകത്തിലെ ലഗ്നാലുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും നിൽപ്പും ബലാബലത്തിനും അനുസരിച്ച് ചാരബലങ്ങളിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു. അരികിലുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. കുംഭക്കൂറുകാർക്ക് അവരുടെ 2ാം ഭാവത്തിൻ്റെയും 11ാം ഭാവത്തിൻ്റെയും, അതായത് ധനസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം 5ാം ഭാവത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ലഗ്നാധിപനും 12ാം ഭാവാധിപനുമായിരിക്കുന്ന ശനി 7.5 ശനിക്കാലത്തിൻ്റെ 3ാം ഘട്ടമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് മീനം രാശിയിൽ. കൂറിലൂടെ, അതായത് കുംഭക്കൂറിലൂടെ രാഹുവും 7ാം ഭാവത്തിലൂടെ കേതുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 7.5 ശനിയുടെ 3ാം ഘട്ടം പൊതുവെ കുറച്ച് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമല്ല, വ്യാഴം 5ൽ സഞ്ചരിക്കയാലും പൊതുവിൽ കുറച്ച് നാളായിട്ട്, അതായത് കഴിഞ്ഞ ഏകദേശം 6 വർഷത്തിലധികമായിട്ട് അവരനുഭവിക്കുന്ന തീവ്രമായിട്ടുള്ള പല പ്രശ്നങ്ങൾക്കും അയവ് വരികയും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടായാലും സാമൂഹികമോ മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ ഒരു പരിഹാരം അല്ലെങ്കിൽ കാര്യങ്ങൾക്കൊരു ശാന്തത കൈവന്നതായിട്ട് അനുഭവപ്പെടുക തുടങ്ങി കുറച്ച് സമാധാനപൂർണമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ധനപരമായിട്ടുള്ള വരവ് അല്പം കുറഞ്ഞിരിക്കും. അല്ലെങ്കിൽ കിട്ടാനുള്ള പണം അല്ലെങ്കിൽ പണയം വെച്ചിരിക്കുന്ന സ്വർണം മുതലായവ തിരിച്ചെടുക്കുവാൻ അല്പം കാലതാമസം നേരിടുമെന്നാലും കുറച്ചായിട്ട് നിങ്ങൾക്ക് അതൊക്കെ തിരിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. പണം വരവിന് ഒരു മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം. ബിസിനസ്സും മറ്റും നടത്തുന്നവർക്ക് കുറച്ചു കാലങ്ങളായിട്ടുള്ള കഠിനമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഒരു കുറവ് വരും. എന്നിരുന്നാലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്ര അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പ് ഉണ്ടായിരുന്നത്ര ആ ഒരു അവസ്ഥയിലേക്ക് ചെന്നെത്തുവാൻ കുറച്ചുകൂടി കാലതാമസം നേരിടും. എന്നിരുന്നാലും ഇപ്പോൾ ഭേദപ്പെട്ട അവസ്ഥയാണ് കൈവരുവാൻ പോകുന്നത് എന്ന് സമാധാനിക്കാം. ശിരോസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടെ ശല്യപ്പെടുത്തിയേക്കാം. അതുപോലെ മറ്റുള്ളവരുമായിട്ട് വാക്കുതർക്കങ്ങളും കലഹങ്ങളും പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടുക അവിചാരിതമായിട്ട്, മറ്റുള്ളവരാൽ ചതിക്കപ്പെടുവാനും അപവാദങ്ങൾ കേൾക്കുവാനുമൊക്കെയുള്ള സാധ്യതകൾ എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷിച്ചു മാത്രം മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ഒരു നെഗറ്റീവായിട്ട് കാണുന്ന പ്രവണത മനസ്സിലെപ്പോഴും ഉണ്ടായേക്കാം. അത് പതിയെ മാറ്റിയെടുക്കേണ്ടതാണ്. കുറച്ചു കാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന തീവ്രതരങ്ങളായിട്ടുള്ള യാതനകളും വേദനകളുമായിരിക്കാം ഒരുപക്ഷെ അത്തരത്തിലുള്ള ചിന്തകൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുവാനുള്ള കാരണമായി തീർന്നത്. അതൊക്കെ പതിയെ ഒഴിവാക്കുക. കൂട്ടുബിസിനസ്സുകൾ ചെയ്യുമ്പോഴും
കസ്റ്റമേഴ്സ് മറ്റ് ആളുകളുമായിട്ടുള്ള എന്ത് ഇടപാടുകൾ നടത്തുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ മാത്രം കൈകാര്യം ചെയ്യുക. അതുപോലെ ആത്മനിയന്ത്രണത്തോടുകൂടി കൈകാര്യം ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ആരെയും തന്നെ കണ്ണടച്ച് വിശ്വസിക്കേണ്ടതില്ല. സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കത്തക്കതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം. അതുപോലെ സന്താനങ്ങളില്ലാതെ വിഷമിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ ഇനിയൊരു സന്താനം കൂടി വേണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്കും ഈ സമയമൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് സന്താന ലഭ്യതയ്ക്ക്. ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സമയം കൂടിയാണ്. അവർക്ക് നാട്ടിലോ വിദേശത്തോ താമസിക്കുന്ന സ്ഥലം വിട്ട് അല്പം ദൂരദേശങ്ങളിലോ അവരാഗ്രഹിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളിൽ പരിജ്ഞാനം നേടുവാൻ പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഉന്നതമായിട്ടുള്ള പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. ഈ സമയങ്ങളിൽ ടെസ്റ്റുകൾ, ഇന്റർവ്യൂകൾ മുതലായവയിൽ പങ്കെടുക്കുന്നവർക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിജയം കൈവരുവാൻ. മാസത്തിലെ ആദ്യ പകുതിയിൽ റാങ്ക് ലിസ്റ്റിലും മറ്റും പേര് വന്നിട്ടുള്ളവർക്ക് ജോലിയിൽ പ്രവേശിക്കാനും മറ്റും അവസരമുണ്ടാകുന്നതാണ്. മാസം പകുതിക്ക് ശേഷം വീഴ്ചകൾ മുതലായവയും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും മറ്റും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രണയികൾ തമ്മിലോ ദമ്പതികൾ തമ്മിലോ കലഹങ്ങളും മറ്റും ഉണ്ടായേക്കാനിടയുണ്ട്. അതുപോലെ അവരുമായിട്ട് പിരിഞ്ഞു കഴിയുക മുതലായവയും സംഭവിച്ചേക്കാം. ഏതെങ്കിലും തരത്തിലുള്ള അലങ്കാര വസ്തുക്കളോ സ്വർണം, വെള്ളി, ശില്പങ്ങൾ തുടങ്ങിയ വസ്തുക്കളും മറ്റും വീട്ടിലേക്ക് വേണ്ടി വാങ്ങാനിടയുണ്ട്. അതുപോലെ വീടിന് അലങ്കരിക്കുവാൻ വേണ്ട വസ്തുക്കൾ വാങ്ങുക, വീട്ടിൽ പെയിന്റിംഗ് തുടങ്ങി മറ്റു റിപ്പയറുകൾ മറ്റും ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം. പിതാവിൽ നിന്നും എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ അല്ലെങ്കിൽ കുടുംബ സ്വത്ത് മുതലായവ ഭാഗം വെച്ച് കിട്ടുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളോ അല്ലെങ്കിൽ ഭാഗം വെച്ച് കിട്ടുവാനുള്ള ഇടയോ അതിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലും സന്തോഷകരങ്ങളായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവായിട്ട് സംഭവിച്ചേക്കാൻ ഇടയുണ്ട്. ഇനി താൽക്കാലിക ഗുളികസ്ഥിതി ഫലമനുസരിച്ചിട്ട് കുംഭക്കൂറുകാർക്ക് ഈ മാസത്തിലെ ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ജനുവരി 1, 8, 16, 23, 30 ഈ ദിവസങ്ങളിൽ ചില്ലറ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പനി, ജ്വരം മുതലായവയോ മാനസിക ബുദ്ധിമുട്ടുകളോ അനുഭവപ്പെട്ടേക്കാൻ ഇടയുണ്ട്. ദീർഘയാത്രകളോ അതുപോലെ മറ്റുള്ളവരുമായിട്ടുള്ള ഇടപാടുകളിലും ശ്രദ്ധ വേണ്ടതാണ്. പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകളിൽ ഈ ദിവസം ഒപ്പുവയ്ക്കാതിരിക്കുന്നതും ദീർഘയാത്രകൾ പോകാതിരിക്കുന്നതും ഉചിതമായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ജനുവരി 7, 14, 15, 22, 29 എന്നീ ദിവസങ്ങളിൽ കുറച്ചു ശ്രദ്ധ ആവശ്യമാണ്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ ഇവരെ ഈ ദിവസങ്ങളിൽ അലട്ടിയേക്കാം. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും പണം തിരിച്ചു തരാമെന്നോ അല്ലെങ്കിൽ നമ്മൾ പൈസ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തരാമെന്നും മറ്റും ഏറ്റിട്ടുണ്ടെങ്കിൽ കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതാണ്. വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ജനുവരി 4, 5, 12, 19, 20, 26, 27 എന്നീ ദിവസങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തൊഴിൽ രംഗത്തും ഈ ദിവസങ്ങളിൽ ചില്ലറ അസ്വസ്ഥതകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം. വീടുപണി മുതലായവയും മറ്റും ഈ ദിവസങ്ങളിൽ മുടങ്ങിയേക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വാഹനങ്ങൾക്ക് കേടുപാടുകളോ എന്തെങ്കിലും തരത്തിൽ വന്നു ചേർന്നേക്കാനും ഇടയുണ്ട്. ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സർപ്പത്തിങ്കൽ കദളിപ്പഴ നിവേദ്യം, ആയില്യപൂജ മുതലായവ നിങ്ങളുടെ പക്കപ്പിറന്നാളിനോ അല്ലെങ്കിൽ ആയില്യം നക്ഷത്രത്തിന്റെ അന്നോ ചെയ്യുക. ശിവങ്കൽ, ധാര, പിൻവിളക്ക്, ശ്രീരുദ്രമന്ത്രം കൊണ്ടുള്ള അർച്ചന, പ്രദക്ഷിണാദികൾ, ശിവപഞ്ചാക്ഷരി ജപം മുതലായവയും ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഭഗവതിയിങ്കൽ ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ദർശനം നടത്തുന്നതും പ്രദക്ഷിണാദികൾ ചെയ്യുന്നതും ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുന്നതും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും മറ്റും വളരെയധികം ഗുണം ചെയ്യുന്നതാണ്. നിത്യേന ലളിതാ സഹസ്രനാമമോ വിഷ്ണു സഹസ്രനാമമോ പാരായണം ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നാൽ ഏറ്റവും ഗുണകരമാണ്. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ. നന്ദി, നമസ്കാരം.